വിദ്യാഭ്യാസ അവകാശ നിയമം കേരളത്തിൽ ഘട്ടം ഘട്ടമായി നടപ്പാക്കി വരുന്നു. നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 2011 കേരള വിദ്യാഭ്യാസ അവകാശ ചട്ടങ്ങൾ രൂപീകരിച്ച് 30/4/2011 GOP 100/11 പൊതുവിദ്യാഭ്യാസ നമ്പർ പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. NCTEയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി അധ്യാപക നിയമനങ്ങൾക്ക് ടെറ്റ് യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കുവാൻ PSCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടെറ്റ് യോഗ്യത പരീക്ഷ നടത്തിപ്പിനായി SCRTയെ ചുമതലപ്പെടുത്തി 1/3/2012 GOP 70/12 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുഖേന ഉത്തരവായിട്ടുണ്ട്. കേന്ദ്ര നിയമം അനുശാസിക്കും വിധം 150 കുട്ടികളുള്ള സർക്കാർ പ്രൈമറി സ്കൂളുകളിലും 100 കുട്ടികളുള്ള സർക്കാർ UP സ്കൂളുകളിലും പ്രഥമാധ്യാപകരെ ക്ലാസ് ചാർജിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് 28/12/2011 GOP നമ്പർ 256/11 പൊതുവിദ്യാഭ്യാസ പ്രകാരം ഉത്തരവായിട്ടുണ്ട്. കേന്ദ്ര നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടിയുടെ വരുമാന പരിധി 60,000 രൂപയായി നിശ്ചയിച്ചുകൊണ്ട് 27/3/2012 GOP നമ്പർ 94/11 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുഖേന ഉത്തരവായിട്ടുണ്ട്. കൂടാതെ സ്പെസിഫൈഡ് കാറ്റഗറി സ്കൂളുകൾ, ഡിസഡ്വാൻറ്റേജഡ് വിഭാഗത്തിൽപ്പെട്ട കുട്ടി, എ ചൈൽഡ് ബിലോങ്ങിംഗ് ടു ഡിസഡ്വാൻറ്റേജസ് ഗ്രൂപ്പ് എന്നിവ ഏതൊക്കെയാണെന്ന് നിർവചിച്ചുകൊണ്ട് യഥാക്രമം 27/3/2012 GOP 93/12 പൊതുവിദ്യാഭ്യാസ വകുപ്പ്, 25/5/2012 GOP 152/12 പൊതുവിദ്യാഭ്യാസ എന്നിവ മുഖേന ഉത്തരവായിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ച് രക്ഷാകർതൃ ബോധവൽക്കരണ പരിപാടി, ജനപ്രതിനിധികൾക്ക് വേണ്ടി കമ്മ്യൂണിറ്റി ട്രെയിനിംഗ് പ്രോഗ്രാം എന്നിവ സർവശിക്ഷ അഭിയാൻ മുഖേന നടത്തുകയും വിദ്യാഭ്യാസം നമ്മുടെ അവകാശം എന്ന ആശയം പ്രചരിപ്പിക്കാനുള്ള പദ്ധതികൾ SSA ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ സംരക്ഷണ നിയമം അനുശാസിക്കും വിധം എല്ലാ സ്കൂളുകളിലും 1ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് പൂർത്തിയായിരിക്കണമെന്ന് 9/1/2012 GOMS 9/12 പൊതുവിദ്യാഭ്യാസ പ്രകാരം നിർദ്ദേശിച്ച് ഉത്തരവായെങ്കിലും കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ കേന്ദ്ര സ്കൂളുകളിൽ രാജ്യവയസ്സ് തന്നെ ഈ വർഷം നിലനിൽക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഈ അധ്യയന വർഷം 5 വയസ്സ് തന്നെ നിലനിർത്തിക്കൊണ്ട് 12/4/2012 GOMS 117/2012 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുഖേന ഉത്തരവായിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് 8ാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ക്ലാസ് കയറ്റം നൽകാൻ നിർദ്ദേശിച്ച് 28/3/2012 GOP 99/12 പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രകാരം ഉത്തരവായിട്ടുണ്ട്. 5ാം ക്ലാസ് LPയുടെയും 8ാം ക്ലാസ് UPയുടെയും ഭാഗമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം അനുശാസിക്കും വിധം 1 മുതൽ 8 വരെ ക്ലാസുകൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള ഘടനാ മാറ്റം സംബന്ധിച്ച് അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപക വിദ്യാർത്ഥി അനുപാതം പുനർനിശ്ചയിക്കുന്നതിനുള്ള നടപടികളും നടന്നു വരുന്നു. Bയും Cയും നിയമം നടപ്പാക്കുന്നതിന്റെ ഫലമായി ഏകദേശം 2852 UP സ്കൂളുകളിൽ നിന്നും 5ാം ക്ലാസുകൾ മാറ്റേണ്ടി വരുന്നു. 2780 ഹൈസ്കൂളുകളിൽ നിന്നും 8ാം ക്ലാസും മാറ്റേണ്ടതായി വരും. അതുപോലെ ഏകദേശം 5801 LP സ്കൂളുകളിൽ 5ാം ക്ലാസും 2851 UP സ്കൂളുകളോടൊപ്പം 8ാം ക്ലാസും ചേർക്കേണ്ടതായി വരുന്നു. ഈ ഘടനാ മാറ്റം ഭൗതികമായി നടപ്പിലാക്കിയാൽ LP സ്കൂളുകളിൽ 11,305 ക്ലാസ് മുറികളും UP സ്കൂളുകളിൽ 6,681 ക്ലാസ് മുറികളും അടക്കം മൊത്തം 17,986 മുറികൾ സ്കൂളുകളിൽ പുതുതായി നിർമ്മിക്കേണ്ടതായി വരുന്നു. ഈ മുറികളുടെ നിർമ്മാണത്തിന് ഏകദേശം 1000 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു. അതേസമയം ഏതാണ്ട് 6000-ഓളം ക്ലാസ് മുറികൾ ഹൈസ്കൂളുകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. മാത്രമല്ല, ഇത്തരം മാറ്റങ്ങളുടെ ഫലമായി നിലവിലുള്ള പല അധ്യാപകരെയും UPയിൽ നിന്നും LPയിലേക്കും ഹൈസ്കൂളിൽ നിന്നും UPയിലേക്കും പുനർവിന്യസിക്കേണ്ടി വരുന്നു. ഇത്തരം ഘടനാ മാറ്റങ്ങളുടെ ഫലമായി എയ്ഡഡ് സ്കൂളുകളിൽ ഏതാണ്ട് 8,000-ഓളം പുതിയ തസ്തികകൾ സൃഷ്ടിക്കേണ്ടതായും വരുന്നു. വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാതെയും നിലവിലുള്ള അധ്യാപകരുടെ പുനർവിന്യാസം ഒഴിവാക്കിയും നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്തുമുള്ള ഘടനാ മാറ്റമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര നിയമത്തിന്റെ അന്തസ്സതയ്ക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ സ്കൂളുകളിൽ ഘടനാമാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി സ്കൂൾ മാപ്പിംഗിനെ അടിസ്ഥാനമാക്കി അയൽപക്ക സ്കൂൾ തല ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് മാതൃ സ്കൂൾ, ഫീഡർ സ്കൂൾ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിനുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിസഭയുടെ പരിഗണനയിലാണ്. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് കേരളത്തിലെ ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ നിർണ്ണയിക്കുന്നതിന് 60,000 രൂപ വാർഷിക വരുമാനം നിശ്ചയിച്ചുകൊണ്ടും ഡിസഡ്വാൻറ്റേജ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ആരൊക്കെയാണെന്ന് നിശ്ചയിച്ചുകൊണ്ടും കേരളത്തിലെ സ്പെസിഫൈഡ് കാറ്റഗറി സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് നിശ്ചയിച്ചുകൊണ്ടും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. D. സംസ്ഥാനത്ത് അനാദായകരമെന്ന് കണക്കാക്കിയിട്ടുള്ള 4,614 സ്കൂളുകളുണ്ട്. ഒരു ക്ലാസ്സിൽ ശരാശരി 25 കുട്ടികൾ കുറവുള്ള സ്കൂളുകളെയാണ് അനാദായകരമായ സ്കൂളുകളായി കണക്കാക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള സ്കൂളുകളിൽ 100-ന് താഴെ കുട്ടികളുള്ള സ്കൂളുകളും UP വിഭാഗത്തിൽ 75 താഴെ കുട്ടികളുള്ള സ്കൂളുകളെയുമാണ് ഇപ്രകാരം കണക്കാക്കുന്നത്. ഇപ്പോൾ പരിഗണനയിലില്ല. F. അധ്യാപക വിദ്യാർത്ഥി അനുപാതം LP വിഭാഗത്തിൽ 1:30 UP ഹൈസ്കൂൾ വിഭാഗത്തിൽ 1:35 നിശ്ചയിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇത് നടപ്പിലാക്കുന്നതിനായി കുട്ടികളുടെ എണ്ണം കൃത്യമായി കണക്കാക്കുന്നതിന് UID പ്രകാരമുള്ള കുട്ടികളുടെ കണക്ക് എടുത്തു വരുന്നു. ഈ നടപടി പൂർത്തിയായാൽ ഉടനെ പുതിയ അനുപാതം പ്രയോഗത്തിൽ വരുത്തുന്നതാണ്. G.
150 കുട്ടികളുള്ള LP സ്കൂളുകളിലും 100 കുട്ടികളുള്ള UP സ്കൂളുകളിലും ഹെഡ് മാസ്റ്റർമാരെ ക്ലാസ് ചാർജിൽ നിന്നും ഒഴിവാക്കി 28/12/2011 GOP 256/11 പൊതുവിദ്യാഭ്യാസ പ്രകാരം ഉത്തരവായിട്ടുണ്ട്. സർക്കാർ സ്കൂളുകളിൽ മാത്രമാണ് ഇത് നടപ്പിലാക്കാൻ കേന്ദ്ര പദ്ധതി പ്രകാരം അനുമതി ലഭിച്ചിട്ടുള്ളത്. UID പ്രകാരമുള്ള കുട്ടികളുടെ കണക്ക് ലഭ്യമായാലുടനെ ഇത് സംബന്ധിച്ച് ആവശ്യമായ തുടർ നടപടി എടുക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പോലും 6 വയസ്സാക്കാത്തതുകൊണ്ട് അവരാക്കുന്ന സമയത്ത് മുറക്ക് മാത്രം നമ്മൾ ആക്കിയാൽ മതി എന്ന് തീരുമാനിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം 5 വയസ്സിൽ അഡ്മിഷൻ കൊടുക്കാൻ തീരുമാനിച്ചത്. 4.25 വയസ്സിന് എവിടെ അഡ്മിഷൻ കൊടുത്തായിട്ട് എനിക്കറിയില്ല. അത് ശരിയുമല്ല. 5 വയസ്സാണ് വെച്ചിട്ടുള്ളത്. രണ്ടാമത്തത് ഈ 1:30, 1:35 എന്നുള്ളത് നമുക്ക് കൃത്യമായി കണക്കാക്കണമെങ്കിൽ കുട്ടികളുടെ കൃത്യമായ എണ്ണം കിട്ടണം. അതിനുവേണ്ടിയാണ് UID സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് നമുക്ക് ക്ലാസ്സുകളിലെ കുട്ടികളുടെ എണ്ണം കൃത്യമായി നിശ്ചയിക്കാൻ കഴിയും. സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യങ്ങൾ മാനിച്ചുകൊണ്ട് സ്കൂളുകളിൽ മാത്രമല്ല പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് പോലും ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഗവൺമെന്റിന്റെ പൊതുവായ സമീപനങ്ങളിലേക്ക് വരാൻ തയ്യാറായിട്ടുള്ള സാഹചര്യമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിനുള്ള ഏർപ്പാടുകൾ സർക്കാർ ചെയ്യുന്നു.